കാറിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം അവിടെ സാധനങ്ങളാണ്. അതിൻ്റെ കൂടെ കല്യാണിക്കുട്ടിക്ക് ഇപ്പോൾ ബുക്കും സാധനങ്ങളൊക്കെ ഞാൻ പ്രകാശം പ്രസിൽ കയറിയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ബാഗ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. ബാഗിനൊന്നും വേറെ കേടുകളും കാര്യങ്ങളും ഒന്നും വന്നില്ല. പക്ഷെ ആൾക്ക് ബാഗും എല്ലാം പുതിയ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാഗും ബോക്സൊക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറിയ കടയിലൊക്കെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കണ്ണൻ എവിടെയെന്നൊക്കെ ചോദിച്ച് കണ്ണനെ കാണാനൊക്കെ വരുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷം. ഇതൊക്കെ നമ്മളുടെ വീഡിയോസ് കാണുന്നവരാണ് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങനെ വേറെ കുറേ അധികം പണിയൊന്നുമില്ല. അമ്മ എല്ലാ സാധനങ്ങളും എനിക്ക് തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും കറിയും എല്ലാം തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളപ്പണിയൊന്നുമില്ല. പക്ഷേ അടുക്കൽ തുടക്കൽ വൃത്തിയാക്കൽ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്ത് വയ്ക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇത്രയും ദിവസം വീട്ടിലില്ലാണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവില്ല. അമ്മ അവിടെ കടന് വാങ്ങി പഴം വരെ എനിക്ക് തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മ പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. ഞാൻ അവിടെ നിൽക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കൊണ്ടുപോകാനായുള്ള സാധനങ്ങളും എനിക്ക് ഉണ്ടാക്കിയൊക്കെ വെക്കും. അപ്പോൾ പിന്നെ അടുക്കളപ്പണി ഉണ്ടാവില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെയും കുറേ പണികൾ ഉണ്ടാവില്ലേ എന്നൊക്കെയാണ്. അത് നമ്മുടെ അമ്മമാർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അല്ലേ. ഞാൻ പോലും ചിലപ്പോൾ അമ്മ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കില്ലേ. പക്ഷേ ചിലപ്പോൾ കല്യാണിക്ക് അങ്ങനെ ഒരു സമയം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരിക്കാം. അപ്പോൾ ഇത് കല്യാണിക്കുട്ടിയുടെ ബുക്കൊക്കെ വയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയൊരു സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി കല്യാണിയുടെ ബുക്കും കാര്യങ്ങളും ഒക്കെ ചട്ടയിടാനായിട്ട്. കാരണം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ. ഇത് സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചേലൂരിന്നൊക്കെ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോസുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി നിങ്ങൾ കുറേ ദിവസങ്ങളിൽ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ വീഡിയോസുകൾ നമ്മളിട്ട് പോകും. രണ്ടും കൂടെ മിക്സഡ് ഒരു അവിൽ പരുവത്തിലായിരിക്കും നമ്മളുടെ വീഡിയോസുകൾ. ഇത് വോയിസ് ഞാൻ കൊടുക്കുന്ന സമയത്ത് പുറത്തത് നല്ല മഴയാണ് കേട്ടോ. അത് കാരണം വോയിസിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയുക പഴയകാല ഓർമ്മകളാണല്ലേ. പുസ്തകം ചട്ടയിടാൻ നെയിം സ്ലിപ്പ് ഒട്ടിക്കുക. പണ്ടൊക്കെ ഒരു ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ എനിക്കും ചേട്ടനും അച്ഛനും അമ്മയാണ് കേട്ടോ ബുക്കൊക്കെ ചട്ടയൊക്കെ ഇട്ട് തരാറുള്ളത്. പണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ടൊന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരുന്ന് ചട്ടയിടാറുള്ളതൊക്കെ എത്ര പേർക്കുണ്ട് അങ്ങനത്തെ ഓർമ്മകളൊക്കെ.